അമ്മുമ്മേ, ഞങ്ങള് സിനിമയ്ക്ക് പോകുന്ന കാര്യം അമ്മായിയുടെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും അമ്മായി പറഞ്ഞത് എന്താണെന്ന് അറിയോ? പൈസ കിട്ടിയ ഉടനെ നമ്മളെല്ലാരും കൂടെ ഓരോന്നൊക്കെ പ്ലാൻ ചെയ്ത് തുടങ്ങി. ലാസ്റ്റ് പറഞ്ഞ എന്തുവാ? ഒന്ന് പ്ലാൻ ചെയ്തോണ്ടിരുന്ന ഒന്നും നടക്കൂല. അമ്മൂമ്മയ്ക്ക് അറിയോ, ഞാനും അമ്മായും കൂടെ കുഴിപ്പള്ളത്തൊക്കെ പോകുമ്പോഴത്തേക്ക് എന്തോരം പൈസ ഞാൻ ചെലവാക്കിയിട്ടുണ്ടെന്ന് അറിയോ? ഇനി അതൊന്നും പറയണ്ട. ഗൗരിയും അത്യാവശ്യം പൈസയൊക്കെ ചെലവാക്കാറുണ്ട്. എപ്പ ചെലവാക്കിന്ന്? ஆரு நீ அப்படி சொல்லக்கூடாது. உனக்கு என்னெல்லாம் பொருள் அம்மாயி வாங்கி கொடுத்துருக்காங்க? ഇച്ചിരി ഐസ്ക്രീമും ഇച്ചിരി ചോക്ലേറ്റും. ആഹാ, ഐസ്ക്രീമും ചോക്ലേറ്റും മാത്രമേ ഉള്ളോ? എന്തുമാത്രം ഡ്രസ്സ് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഇപ്പൊ ഒന്നും ചെയ്തില്ലെന്ന് വിചാരിച്ചേ ചെയ്ത കാര്യങ്ങളൊന്നും മറന്നു പോവല്ലേ വച്ചേ. ഓ, അമ്മൂമ്മയ്ക്ക് മരുമോളെ പറഞ്ഞപ്പോ പിടിച്ചില്ല. എന്തായാലും ഞാനിനി അമ്മായിയുടെ അടുത്ത് ഒന്നും പറയാൻ പോവില്ല. ഇത്രയും പൈസ കിട്ടിയിട്ടേ സത്യം പറഞ്ഞ അമ്മായി അത് പറഞ്ഞപ്പോണ്ടല്ലോ കാരണത്തെ അടി കിട്ടിയ പോലെയാണ് ഈ പാറോടെ എല്ലാത്തിനും കാരണം. അമ്മായി ആദ്യം അത് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ അത് ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുമ്പോഴേ മനസ്സിനൊക്കെ ഭയങ്കര വിഷമം. കൊച്ചുകുട്ടിയാകുമ്പോ ചില ആഗ്രഹങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു പോവും. சில சமயம் அப்படிதான் லட்சு. யாராச்சும் ஏதா சொன்னா நமக்கு மனசுக்கு ரொம்ப வருத்தமா இருக்கும். அதுவும் நம்ம நேசிக்கிறவங்கள்ட்ட இருந்தா அவ்வளவுதான், ரொம்ப வருத்தமா இருக்கும். അമ്മ, എൻ്റെ ഒരു ഫ്രണ്ടേ കൊച്ചിയിൽ വന്നിട്ടുണ്ടേ. മറൈൻ ഡ്രൈവ് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ ഒന്ന് അങ്ങോട്ട് പോയിട്ട് വരാം. രാത്രി ഇവിടെ തിരിച്ചു പോകുന്നു. പോയിട്ട് വരട്ടാ? പോയിട്ട് വാ. താൻ പറഞ്ഞ മറൈൻ ഡ്രൈവ് എത്തിയിട്ട് എന്റെ അടുത്ത് ചോദിച്ചാൽ പോരായിരുന്നു. എന്തിനാ എത്ര നേരത്തെ ചോദിച്ചേ? എടേ, അവള് പെട്ടെന്ന് വിളിച്ചോണ്ട് ഞാൻ പെട്ടെന്ന് റെഡിയായി. നീ പോയിട്ട് വാ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഞാൻ ഒന്നുമില്ല, ഒന്നാമത് മൈഗ്രെയിന്റെ തലവേദനയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പോയിട്ട് വാ, ഞാൻ വെയിറ്റ് ചെയ്യാം. പറഞ്ഞില്ല ഞാൻ ഇല്ല, അമ്മായി പോയിട്ട് വാ. എടേ, നല്ല ട്രീറ്റ് ഒക്കെ കാണും കേട്ടാ. ട്രീറ്റാ? ആ ട്രീറ്റ് ആണെങ്കിൽ അമ്മായി അങ്ങ് എൻജോയ് ചെയ്യ്. എന്നെ എന്തിനാ വിളിക്കണേ? അമ്മായി പോ. നീ പറഞ്ഞില്ലേ ഞാൻ ഇല്ലെന്ന്. എന്നാ ശരി. അമ്മ, ചേച്ചി പോയിട്ട് വരാം കേട്ടോ. പോന്ന വഴിക്ക് ബാംഗ്ലൂരും തൃശ്ശൂരും ഒന്നും പോവരുത്. ഓ ശരി. അമ്മ പോയിട്ട് വരാമേ. ഓ, എവിടുന്നോ കയറി വന്ന് പിന്നെ എങ്ങോട്ട് ഇറങ്ങി പോണു. ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലേ? ഒന്നും മിണ്ടാതിരി വച്ചേ. നമുക്കൊരു സിനിമ കാണാൻ പോവാന്ന് പറഞ്ഞ അത് പറ്റത്തില്ല. ഫ്രണ്ടിനെ കാണാൻ പോവാൻ സമയമുണ്ട്. വെക്കേഷൻ അല്ലേ, എവിടെങ്കിലും പോയി ഇരിക്കാം. എന്റെ അമ്മ ഇപ്പൊ ഇത്രയും കാശ് കൊടുത്ത ആ സ്ഥലം മേടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. എന്ത് ബെസ്റ്റ് ബന്ധുക്കാരാന്നും പറഞ്ഞ് നമുക്ക് അവര് പൈസ ഇച്ചിരി കുറച്ച് തരൂ? ഇല്ലല്ലോ. പോരാത്തതിന് ഒരു 60,000 70,000 അവര് കൂട്ടിയാണ് പറഞ്ഞത്. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ആ സ്ഥലം മേടിക്കണം എന്നാ പറയത്തുള്ളൂ. ഇപ്പൊ അമ്മയ്ക്ക് അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ അമ്മയും സിദ്ധു അച്ഛൻ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞാൽ മതി. ശരി. കുഴിപ്പളത്തുന്നാ? ഓ, എന്റെ അമ്മായിയമ്മ. എന്താ കാര്യം? എന്താ സംഭവം? വേറൊന്നും ഇല്ല അമ്മമ്മേ. കുഴിപ്പളത്തെ വീടില്ലേ, അവിടെ നിന്ന് ഇച്ചിരി മാറി ഒരു ബന്ധുവിന്റെ 6 സെന്റ് സ്ഥലം കിടക്കുന്നുണ്ട്. അത് കുഴിപ്പളത്തെ അമ്മയ്ക്ക് മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അതാണ്. അത് നല്ല കാര്യമല്ലയോ? നല്ല കാര്യമൊക്കെ തന്നെയാണ്. പക്ഷെ ആ സ്ഥലം അത്ര പോരെന്നേ. ഒന്നാമത് വഴിയില്ല. പിന്നെ ബന്ധുവിന്റെ സ്ഥലമല്ലേ, അവരൊരു 60,000 70,000 കൂട്ടിയാണോ പറയണത്. അത്രയും കാശുണ്ടെങ്കിൽ വേറെ നല്ല സ്ഥലത്ത് ഇച്ചിരി കൂട്ടി സെന്റ് മേടിക്കാം. എന്നാ പിന്നെ വേണ്ട. അതാ ഞാനും പറഞ്ഞോണ്ടിരുന്നേ. പക്ഷെ അവിടുത്തെ അമ്മയ്ക്ക് മേടിക്കാൻ ഭയങ്കര ആഗ്രഹം. ഓഹോ, മരിമോളെ മറൈൻ ഡ്രൈവിലെ ചുറ്റിക്കറങ്ങി നടക്കുക. ദേ ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചു തന്നേക്കുന്നു. എന്നെ കാണിച്ചേ. പെട്ടെന്നെങ്കിൽ വന്നാ മതിയായിരുന്നു. താമസിച്ചു വന്നാലും ഒന്നും പറയാൻ പറ്റൂലല്ലോ. കൊച്ചെ, നിന്നെ ഞാൻ ശരിയാക്കും കേട്ടാ.